കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നയിക്കുന്ന നിരാഹാര സമരം 21ാം ദിവസത്തിലേക്ക്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരുടെ സംഘം ഇന്നു മുതൽ സോനം വാങ്ചുക്കിനെ പരിശോധിക്കും. സമരം തുടങ്ങിയതിനു ശേഷം ഇതുവരെ സോനത്തിന്റെ 9 കിലോ തൂക്കമാണ് കുറഞ്ഞത്. മറ്റന്നാൾ പാർലമെന്റിലേക്ക് CJP പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, ഗുഡ് മോർണിംഗ്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം, ഒരു സമരമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ട നീക്കങ്ങൾ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടോ? ശ്രുതി, വെരി ഗുഡ് മോർണിംഗ്. സോനം വാങ്ചുക്കിന്റെ സമരം ഇന്നിപ്പോൾ 21ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്നും ആശങ്കകൾ ഉണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാരം നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ തന്നെ 9.5 കിലോ ആണ് കുറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യം അടക്കം ഉണ്ട്. അതേസമയം ഇന്നിപ്പോൾ ഡോക്ടർമാർ, അതായത് സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരുടെ സംഘം ഇന്നിപ്പോൾ അവിടെ പരിശോധനയ്ക്ക് എത്തുകയാണ്. RML അതോടൊപ്പം തന്നെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇന്നിപ്പോൾ സോനം വാങ്ചുക്കിനെ പരിശോധിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമായി തുടരുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ സമരത്തെ അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. സർക്കാർ തീർച്ചയായും ഇപ്പോൾ ഈ സമരത്തെ പൂർണ്ണമായി അവഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയൊപ്പം ലഡാക്കിന്റെ സംസ്ഥാന പദവി അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക് എന്തായാലും പ്രതിഷേധം തുടരുന്നത്. പക്ഷേ അതിനോട് അനുകൂല തീരുമാനം എന്താണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം സോനം വാങ്ചുക്കിനെ ആക്രമിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന അഭിജിത് ദീപ്കെ, CJPയുടെ സ്ഥാപകൻ, ആരോപിക്കുന്നു. ഇന്നലെ ചില ആളുകൾ സമരപ്പന്തൽ എത്തി എന്നാണ് അഭിജിത് ദീപ്കെ ആരോപിക്കുന്നത്. ചില സാധനങ്ങൾ സോനം വാങ്ചുക്കിനെതിരെ വലിച്ചെറിയാൻ ശ്രമം ഉണ്ടായി, പക്ഷേ അത് അവിടം വരെ എത്തിയില്ല നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാകുന്നത്. ചില സംഘർഷങ്ങൾ, ചില തരത്തിലുള്ള ചില നടപടികളൊക്കെ അവിടെ ഉണ്ടാവുകയും ഒരാളെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമൊക്കെ എന്താണെങ്കിലും ഈ സമരവേദിക്ക് അടുത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതാണെങ്കിലും ഈ സമരത്തെ ഇല്ലാതാക്കാൻ, അതോടൊപ്പം സമരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വിവരമൊക്കെയും ഉണ്ട് എന്നാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതാണെങ്കിലും സോനം വാങ്ചുക്കിന്റെ സമരം ഇന്നിപ്പോൾ 21ാം ദിവസം തുടരുകയാണ്. തിങ്കളാഴ്ചയാണ് പാർലമെന്റ് മാർച്ച് അടക്കം CJP ഇതിൽ നിശ്ചയിച്ചിരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ പോലും സമരം തുടരാനാണ് സോനം വാങ്ചുക്കിന്റെ തീരുമാനം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നവരെ സമരം തുടരുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൂടുതൽ പ്രതിപക്ഷ പാർട്ടിയുടെ പിന്തുണ, പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ അടക്കം ലഭിക്കും എന്ന പ്രതീക്ഷ ഇതിലുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി പ്രതിനിധികൾ ഇന്നലെ അവിടെ എത്തിയിരുന്നു. കൂടുതൽ നേതാക്കൾ ഇന്നും സമരപ്പന്തലിലേക്ക് എത്തും. പ്രത്യേകിച്ച് CPI നേതാവ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇന്നിപ്പോൾ അഭിജിത് ദീപ്കെ ഒപ്പം സോനം വാങ്ചുക് അടക്കമുള്ളവരെ കാണും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ഓക്കെ,